വിശ്വാസികളെ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനും അവരെ പിടിക്കുവാൻ ശ്രമിച്ചവരുമേൽ നിൽക്കെ വേറിട്ട് മാറി യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയും അവിടെ പാർക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഭൗതിക യാത്രമല്ല, ഇത് ഒരു ആത്മീയ സന്ദേശം കൂടിയാണ്. പാപ പശ്ചാത്താപത്തിൻ്റെ വഴിയിലേക്ക് ഒരു തിരിച്ചുവിളി. 4-5 ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. അവർ അവരെ പിടിക്കുവാൻ ശ്രമിച്ചു. ഹൃദയത്തിൻ്റെ കാഠിന്യം. യേശുവിനെ കേട്ടും കണ്ടും അനുഭവിച്ചും ചിലർ അവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? അല്ല എങ്കിൽ നമ്മുടെ പാപങ്ങളും അഹങ്കാരവും അവനെ പിടിക്കുവാനായിട്ടാണോ ശ്രമിക്കുന്നതെന്ന്. പരിശുദ്ധനായ സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ പിടിക്കുവാൻ ശ്രമിക്കുന്നവർ ആദ്യം തൻ്റെ ഹൃദയം കഠിനമാക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, പാപം മനുഷ്യൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. അതിനാൽ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. 2-ാമത്തെ ചിന്ത എന്നുള്ളത്, അവൻ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. ക്രിസ്തു രക്ഷിക്കുവാൻ വന്നവൻ ആണെങ്കിലും അവൻ തൻ്റെ സമയം അനുസരിച്ചാണ് എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ക്രൂശിതനാകേണ്ട സമയം വന്നിട്ടില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. വിശുദ്ധനായ ഹിപ്പോയിലെ ഓഗസ്റ്റിൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ ആരും പിടിച്ചിട്ടില്ല, അവൻ തന്നെയാണ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതെന്ന്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം നിശ്ചിത സമയത്താണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളും കഷ്ടതകളും അനുഗ്രഹങ്ങളും എല്ലാം കടന്നു വരും. ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ സമയ പദ്ധതികളുടെ ഭാഗമാണ് എന്ന് പലപ്പോഴും നാം തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. 3. യോർദാൻ്റെ അപ്പുറത്തുള്ള പോയി ആദിമ വിളിയിലേക്കുള്ള മടങ്ങലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തു തിരിച്ചു പോയത് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച സ്ഥലത്തേക്കാണ്. അതിന് കാരണം എന്തെന്നാൽ അവിടെയാണ് പശ്ചാത്താപത്തിൻ്റെ സന്ദേശം ആദ്യമായി മുഴങ്ങിയത്. പരിശുദ്ധനായ വലിയമാർ ബസേലിയോസ് പറയുന്നുണ്ട്, ദൈവത്തിങ്കിലേക്ക് മടങ്ങിയവരവ എപ്പോഴും പശ്ചാത്താപത്തിൽ ആരംഭിക്കുന്നുവെന്ന്. പൗരസ്ത്യ വിശ്വാസമനുസരിച്ച് ഇതിന് മെറ്റനോയിയ എന്ന് പറയുവാൻ സാധിക്കും, മാനസാന്തരം. പലപ്പോഴും ഇന്നുള്ള മനുഷ്യർക്ക് ഞാനെന്ന ഭാവവും ഞാനെന്ന വിചാരവും കൊണ്ട് ഈ മാനസാന്തരം മെറ്റനോയിയ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നിരാശാജനകമായ കാര്യം. അടുത്തതാണ് ആത്മപരിശുദ്ധി. സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്നൊക്കെ വേണം പാപഭാരമില്ലാത്ത ഒരു വർഗമായി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മാറുന്നു എന്നുള്ളതും ദുഃഖകരമായ കാര്യമാണ്. 3. പുതുക്കൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഒരു യൂ-ടേൺ എടുത്ത് പുതു സൃഷ്ടിയായി ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നു. അവിടെയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം മന്ദമാക്കുമ്പോൾ ആദിമ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. 4-ാമത്തെ ചിന്ത എന്നുള്ളത്, അവിടെ പാർത്തു. ദൈവസന്നിധിയിൽ നിൽക്കലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വചനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു അവിടെ പോയി പാർത്തു. ഇതൊരു പ്രധാന സന്ദേശം നമുക്ക് നൽകുന്നു. അവൻ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ശാന്തതയിലേക്ക് പോയി. നിസായിലെ പരിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നുണ്ട്, ദൈവത്തെ അറിയുവാൻ മനുഷ്യ ശാന്തതയിൽ ദൈവത്തോടൊപ്പം പാർക്കണമെന്ന്. അതായത് നിശബ്ദമായ പ്രാർത്ഥന, ആത്മപരിശോധന, ദൈവസാന്നിധ്യത്തിലുള്ള താമസം, ഇതൊക്കെയാണ് സ്വയം പരിശോധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ. നാം ദൈവത്തോടൊപ്പം പാർക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നാം സ്വയം വിചിന്തനം ചെയ്യണം. 4 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ കാഠിന്യം ഒഴിവാക്കുക, ദൈവസന്നിധിയിൽ സമയത്തിൽ വിശ്വസിക്കുക, പശ്ചാത്താപത്തിലേക്ക് മടങ്ങുക, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുക, നമ്മുടെ ഹൃദയത്തെ കാഠിന്യങ്ങളിൽ നിന്ന് മാറി നിർമ്മലമാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ നീ നിർമ്മലീകരിക്കണമേ. പശ്ചാത്താപത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുവിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകാനും
നന്മ ചെയ്യുന്നവരുമാകാനും ഞങ്ങളെ സംഗതിയാക്കണമേ.